afternoon. Good afternoon, ma'am. എല്ലാവരും കഴിച്ചോ? മഴയുണ്ടോ? മഴ കുറഞ്ഞോ? ചെറുതായിട്ട് പറഞ്ഞല്ലേ? ഇവിടെ കുറഞ്ഞിട്ടുണ്ടാവില്ല, ഭയങ്കര മഴയൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ എത്ര വരെയായിട്ട് നിർത്തിയോ ജസ്റ്റ് ഒന്ന് പറയോ? അതിന് പ്രോബ്ലംസ് ആണ് എടുക്കേണ്ടത്. യൂണിയൻസ് പറയേണ്ടത് അല്ലേ? പറയുന്നത്. ഓക്കെ, നമുക്ക് റീക്യാപ്പ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻസ് ആണല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷനില് പറഞ്ഞു ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിന്റെ അടിസ്ഥാനത്തിലും on the basis of a membership structure അടിസ്ഥാനത്തിൽ നമ്മൾ ട്രേഡ് യൂണിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. On the basis of a purpose വരുന്നത് റിഫോമിസ്റ്റ് യൂണിയൻ ഉണ്ട്, റെവല്യൂഷണറി യൂണിയൻ. ഇനി റെവല്യൂഷണറി യൂണിയനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സമന്വയമാണോ? നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് യൂണിയൻ അതുപോലെ തന്നെ അക്രിറ്റ് ഓർ ഫ്രണ്ട്ലി യൂണിയൻ എന്ന് പറയുന്നുണ്ട്. ഇനി റെവല്യൂഷണറി യൂണിയനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ കാറ്റഗറീസ് ആണ്? അനാർക്കിസ്റ്റ് യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ, പ്രെഡേറ്ററി യൂണിയൻ, അതുപോലെ തന്നെ ഡിപെൻഡന്റ് യൂണിയൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 4 രീതിയിലാണ്. ഏതൊക്കെയാണ്? ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ യൂണിയൻ, സ്റ്റാഫ് യൂണിയൻ, ജനറൽ യൂണിയൻ. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് മെമ്പർഷിപ്പ് സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് നിർത്തിയത് ഇതാണ്. നോക്കാം. Classification of a union on the basis of a membership structure. നമ്മൾ പറഞ്ഞു ക്രാഫ്റ്റ് യൂണിയൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. എന്തായിരുന്നു ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. 119 ആണ് നമ്മുടെ സ്ക്രീനിൽ കിടക്കുന്നത്. നിങ്ങളുടെ PDF അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ്? ഓക്കെ, 121. ഓക്കെ, 121 ആണ് കേട്ടോ. ഓക്കെ, ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജസ്റ്റ് നമുക്ക് റീക്യാപ്പ് ചെയ്യാം കേട്ടോ. ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരേ ജോലി ചെയ്യുന്ന ആളുകളാണ് ക്രാഫ്റ്റ് യൂണിയനിൽ അത് രൂപീകരിക്കുന്നത്. ഓക്കെ, ഈ യൂണിയനുകൾ രൂപീകരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ബിക്കോസ് ദ മെമ്പേഴ്സ് ഹാവ് ദ സെയിം ട്രെയിനിങ് ആൻഡ് പ്രോബ്ലംസ് ബീയിങ് സ്കിൽഡ്. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് സെയിം രീതിയിലായിരിക്കാം. അതുപോലെ അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. അവര് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ അവര് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ സെയിം ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പേ സ്കെയിൽ, അവരുടെ സാലറി എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അവര് ഇത് രൂപീകരിക്കാൻ വളരെ എളുപ്പമാണെന്ന് പറയാനായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു എക്സാമ്പിൾ ആയിട്ട് അല്ലെ, ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ഈ 3 പേരും എന്താണ് അവരുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യൻസിന്റെ യൂണിയനിൽ ഇവർക്ക് ചേരാവുന്നതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വ്യത്യസ്ത കമ്പനികളില് ജോലി ചെയ്യുന്ന ഒരേ വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുകളുള്ള ആളുകള് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും തൊഴിലാളികളുടെ യൂണിയൻ, അല്ലെങ്കിൽ അവർ പൊതുവായിട്ടുള്ള തൊഴില്
എന്താണ് അവർ പൊതുവായിട്ട് ചെയ്യുന്ന ജോലി, അതായത് ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ആ ഇലക്ട്രീഷ്യൻ യൂണിയനിൽ നമുക്കത് രൂപീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവർക്കത് ചേരാവുന്നതാണ്. ഇതാണ് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ജനറൽ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ജനറൽ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജനറൽ യൂണിയൻസ് എമർജ് when the workers operating the same location, job or occupations form a union in order to safeguard on interest of workers. For example, the general union is the junction. അതായത് ഏതെങ്കിലും വ്യവസായത്തിലോ സ്ഥലത്തിലോ ജോലിയിലോ തൊഴിലുകളിലോ തൊഴിലാളികള് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂണിയൻ രൂപീകരിക്കുന്നു. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാൻ സ്പെസിഫൈഡ് സ്ഥലത്തായിരിക്കാം ഈ ഓർഗനൈസേഷൻ ഉള്ളത്. അപ്പൊ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അവർ ജോലി ചെയ്യുന്ന വർക്കും അവരുടെ ജോലി എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിലാളികൾക്ക് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂണിയൻ രൂപീകരിക്കാവുന്നതാണ്. അതാണ് പറയുന്നത് ജനറൽ യൂണിയൻ. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ജനറൽ യൂണിയൻ ഈസ് ജംഗ്ഷനിലുള്ള ജനറൽ യൂണിയൻ ആണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം, ഇൻഡസ്ട്രിയൽ യൂണിയൻ. എന്താണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറഞ്ഞത്? When the workers from the various categories of the same industry join together to form a union, such a union is called industrial union or vertical union. Industrial union എന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? വെർട്ടിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. അൺലൈൻ ചെയ്യാം. വെർട്ടിക്കൽ യൂണിയനെ പറയുന്ന മറ്റൊരു പേര് അതിനെ തിരിച്ചു ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് അൺലൈൻ ചെയ്ത് കൊടുക്കാം. ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വെർട്ടിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. The reasons behind such unions is that workers of the same industry working under different levels are aided under the set of same rules and regulations administered by the same management and have almost the same profits. Examples of these unions are Jimmy Thakur Union at Bombay and Rashtriya Manzoor Sangh. Okay, Sangh. അതാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ എന്താണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്? ഓരോ വ്യവസായത്തിലെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാക്കുമല്ലോ. ആ വിഭാഗങ്ങളിലേക്ക് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും അല്ലെ? ഓക്കെ, വിവിധ വിഭാഗങ്ങൾ ഉണ്ടാകും. ആ വിഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികള് ഒരുമിച്ച് ചേർന്ന് ഒരു യൂണിയൻ രൂപീകരിക്കുന്നു. ഓക്കെ, ആ യൂണിയൻ രൂപീകരിക്കുമ്പോൾ അത്തരം ഒരു യൂണിയനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ യൂണിയൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് വിവിധ വിഭാഗങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്താ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റുകളിലെ തൊഴിലാളികള് ഒരുമിച്ച് ചേർന്ന് ഒരു യൂണിയൻ രൂപീകരിക്കുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിനെ നമ്മൾ വെർട്ടിക്കൽ യൂണിയൻ എന്ന് വിളിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഒരേ വ്യവസായത്തിലുള്ള വ്യത്യസ്ത തലങ്ങളിലെ ജോലി ചെയ്യുന്ന തൊഴിലാളികള് ഒരേ നിയമങ്ങളുടെയും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളുടെയും കീഴില് നിയമിക്കപ്പെടുകയും ഒരേ മാനേജ്മെന്റ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നത് ഏതാണ്ട് ഒരേ പ്രശ്നങ്ങള് നേരിട്ടതുമാണ് ഇത്തരം ഒരു യൂണിയനിലെ പിന്നിലെ കാരണം എന്ന് പറയുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ, അതിൽ വ്യത്യസ്ത തൊഴിലാളികൾ ഉണ്ടാവും. വ്യത്യസ്തരായിട്ട് ഇപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം, റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവാം, അതുപോലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം അല്ലെ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് വ്യത്യസ്തരായിട്ട് വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാവും അല്ലെ. അത്തരം എന്താണ്
അത്തരം ഒരു ആളുകള് അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകള് ഫേസ് ചെയ്യുന്നത് ഒരേ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ രൂപീകരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ യൂണിയൻ രൂപീകരിക്കാനുള്ള ഒരു പിന്നിലെ കാരണം എന്ന് പറയുന്നത്. എല്ലാ എംപ്ലോയീസും ഫേസ് ചെയ്യുന്ന ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത്തരം തൊഴിലാളികൾ രൂപീകരിക്കുന്ന ഒരു യൂണിയനാണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തത്? കിമ്മി ഷാംകോ യൂണിയൻ അത് ബോംബെയിലുള്ള സ്ഥാപനം യൂണിയൻ. അതുപോലെ തന്നെ രാഷ്ട്രീയ മൻസൂർ സംഘ്. ഓക്കെ, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. നെക്സ്റ്റ് ആണ് ഇത് സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത്. ഇതായിരിക്കാം സ്റ്റാഫ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this union consists of both the industrial and the craft union. Okay, രണ്ടിന്റെയും ഒരു മിക്സപ്പ് ആണ് എന്ന് പറയുന്നത് സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് യൂണിയൻ ഉണ്ട്. രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ് സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത്. These unions generally employ members in positions like technicians, supervisors, computer operator, draftsmen, managers, etc. Employees working in health and service are also permitted to join this union. Women are also active members of such unions. അതായത് സ്റ്റാഫ് യൂണിയൻ എന്ന് നമ്മൾ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ യൂണിയനും അതുപോലെ തന്നെ ക്രാഫ്റ്റ് യൂണിയനും തമ്മിൽ രണ്ടിന്റെയും മിക്സപ്പിനെയാണ് നമ്മുടെ സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത്. ഇനി അതിൽ ഏതൊക്കെ ആളുകൾക്ക് മെമ്പേഴ്സ് ആവാമെന്നുണ്ട്? ക്ലർക്കിന്, ടെക്നീഷ്യൻസിന്, സൂപ്പർവൈസേഴ്സിന്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, ഡ്രാഫ്റ്റ്മാൻ, മാനേജേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ യൂണിയനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ എന്താണ്? ആരോഗ്യ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന, അതായത് ലാസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, employees working in health and services are also permitted to join this union. Women are also active members of such union. ഇനി ആരോഗ്യ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും ഈ യൂണിയനിൽ ചേരാവുന്നതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിലെ മെമ്പേഴ്സ് ആരാണ് ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്? വുമൻസ് ഇതിലെ ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് യൂണിയൻ. ഓക്കെ, വായിച്ചു നോക്കി ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്താണ്, അതുപോലെ തന്നെ സ്റ്റാഫ് യൂണിയൻ എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയാനേ പറ്റുമായിരുന്നു അല്ലെ? ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ മിസ്സിനോട് ഇൻഫോം ചെയ്യാം കേട്ടോ. മിസ് ശരിക്കും സ്ക്രീനിൽ നോക്കിയിട്ടാണ് വായിക്കുന്നത്. മിസ്സിന് അറിയാൻ പറ്റില്ല സ്ക്രീൻ പോയി എന്നുള്ളത്. അപ്പൊ പോയെങ്കിൽ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യാം. 1 മിനിറ്റ് സ്ക്രീൻ വെച്ച് തരാം കേട്ടോ. ഷെയർ ചെയ്യാം. അതെ അല്ലേ? പറഞ്ഞോളൂ കേട്ടോ, പോയാലും പറയണേ, മിസ്സിന് അറിയാൻ പറ്റില്ല. ആണോ? അതിനെ ചിലപ്പോ ശ്രദ്ധിക്കേണ്ട ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണേ.
സ്ക്രീൻ പോയിട്ടില്ലല്ലോ, കാണാൻ പറ്റുന്നില്ലേ? വായിച്ചു കഴിഞ്ഞോ? രണ്ട് യൂണിയൻസും ഇൻഡസ്ട്രിയൽ യൂണിയൻ അതുപോലെ തന്നെ സ്റ്റാഫ് യൂണിയൻ. ഓക്കെ, ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിയൻസ് ആണ് അല്ലെ, ഓരോ കാറ്റഗറീസ്, അതിനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി യൂണിയൻസിന്റെ, ട്രേഡ് യൂണിയൻസിന്റെ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊക്കെയാണ് ട്രേഡ് യൂണിയൻസിന്റെ പ്രോബ്ലംസ്. Problems of trade unions. The major problems which are faced by Indian trade unions are categorized in below. First one, political leadership of outside nature. Most of the trade unions in India have always got a leadership from outside their system. The leadership is drawn from different political parties. Trade unions were brought into existence by the political parties of India, which played a crucial role from outside to lead the trade union. The main problems which is creation is that these political parties look for that their own interest rather than protecting the workers' right and addressing their grievances. അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഔട്ട്സൈഡ് ദ നേച്ചർ. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? എന്താണ് ആ പ്രോബ്ലം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ മിക്ക ട്രേഡ് യൂണിയനുകൾക്കും എല്ലായ്പ്പോഴും അവിടെ ഒരു സംവിധാനം, പുറത്തു നിന്നുള്ള ഒരു നേതൃത്വം ലഭിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, ഇപ്പോ എന്താ പറയാ, ഒരു ഓർഗനൈസേഷൻ യൂണിയൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലാണ് യൂണിയൻസ് ഉണ്ടാവാറുണ്ട്. ആ യൂണിയൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പൊളിറ്റിക്കൽ ടച്ച് ഉള്ള യൂണിയൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് എന്താണ്, പൊളിറ്റിക്കൽ ടച്ച് ഉണ്ടാവും അവർക്ക് ഇല്ലേ. പൊളിറ്റിക്കൽ ടച്ചോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്വഭാവ രീതികളോട് കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് യൂണിയൻസിൽ നമുക്ക് ഉണ്ടാകുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് ഈ നേതൃത്വം ലഭിക്കുന്നത്. വ്യത്യസ്ത പാർട്ടീസ് ഉണ്ടാവാം അല്ലെ. ഇപ്പൊ നമ്മളായാലും പാർട്ടികളുടെ അല്ലെ, പലരും എന്താണ് അവരവരുടെ തട്ടിൽ ഇഷ്ടത്തിന് നമുക്ക് പാർട്ടികൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും അല്ലെ. ഇതൊക്കെ എന്താണ് ഓരോരുത്തർക്ക് ഇഷ്ടങ്ങളാണ് അല്ലെ.
അതുപോലെ തന്നെയാണ് വ്യത്യസ്ത രീതിയിലുള്ള പാർട്ടികള്, അത്തരത്തിലുള്ള പാർട്ടീസിന്റെ ഒരു സാന്നിധ്യം യൂണിയൻസിൽ ഉണ്ടാക്കുന്നുണ്ട്. സ്ക്രീൻ പോയോ? 1 മിനിറ്റ് കേട്ടോ. ഓക്കെ ആയില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഇന്ത്യയിലെ മിക്ക ട്രേഡ് യൂണിയനുകൾക്കും എല്ലായ്പ്പോഴും എന്താണ് ഒരു പൊളിറ്റിക്കൽ ടച്ച് ഉള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീലുള്ള ഒരു യൂണിയൻസ് ആണ്. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയാ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിയൻസുകളുണ്ടാവും. അവിടെ ആ യൂണിയൻസുകൾ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫീൽഡുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ടച്ചുള്ള രീതികളാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മാത്രമായിരിക്കില്ല, ഡിഫറെന്റ് പാർട്ടീസുകളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പോ യൂണിയൻസിനെ നയിക്കുന്നതിന് പുറത്തു നിന്നുള്ള നിർണായക പങ്ക് വഹിച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളാണ് ട്രേഡ് യൂണിയനുകളെ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷന്റെ പ്രധാന പ്രശ്നം ഈ രാഷ്ട്രീയ പാർട്ടികള് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും പകരം സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് നോക്കുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഈ യൂണിയനുകളിൽ ആളുകൾ ചേർന്നിട്ടാണ് ട്രേഡ് യൂണിയനുകൾ ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഓരോ എംപ്ലോയീസിന്റെയും ഒരു ടുഗീദർ അല്ലെ, അവർ കൂട്ടായി അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ യൂണിയൻസുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫീലിങ്സുകളും ഈ യൂണിയൻസിൽ വരുമ്പോ എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള നയങ്ങളായാലും നിയമങ്ങളായാലും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ആളുകളുടെ സംരക്ഷിക്കാനായിട്ടോ അല്ലെങ്കിൽ ആളുകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ടോ ഒന്നും ആയിരിക്കില്ല. അവര് പറയുന്ന രീതിയായിരിക്കും ചിലപ്പോൾ അതിൽ ഫോളോ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മന്ത്രിസഭയിലായാലും അതുപോലെ തന്നെ പല പൊളിറ്റിക്കൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരൊരു തീരുമാനമെടുക്കും, അതിലൂടെയാണ് നമ്മൾ പോകേണ്ടത് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രേഡ് യൂണിയനുകളായാലും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ടച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് പറയുന്ന രീതി നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ എംപ്ലോയീസ് അത് ചെയ്യുന്നില്ല എങ്കിൽ അത് പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്
അപ്പോ പൊളിറ്റിക്കൽ ടച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീലുള്ള ഒരു ട്രേഡ് യൂണിയൻ ഇത്തരത്തിലുള്ള യൂണിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടോ അവർക്ക് എന്തെങ്കിലും ഗ്രീവൻസസ് അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാനായിട്ടോ ഒന്നും അവർ ചിലപ്പോൾ നോക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള നയങ്ങൾ തീരുമാനം അത് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. Multiple unions. These are multiple unions, both at the industry and at the plant levels. These unions sometimes work for contradictory purposes and help force a state to industrial harmony and peace. This problem of multiple unions arises when there are two or more trade unions in the same plant or industry. They attempt to outdo each other and put legal claim on each other. Some unions compare with each other in their functions. Such a union arises due to the presence of various craft unions in country, a high degree of negative impact as compared to positive impact is noticed on the employee-employer relations due to the existence of multiple unions. എന്താണ് മൾട്ടിപ്പിൾ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ചപ്പോ മനസ്സിലായേ? മൾട്ടിപ്പിൾ യൂണിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വ്യവസായത്തിലും അതുപോലെ തന്നെ പ്ലാന്റ് തലങ്ങളിലൊക്കെ ഒന്നിലധികം യൂണിയനുകളാണ്. അതുപോലെ തന്നെ ഈ യൂണിയനുകൾ ചില പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുകയും അതിനാൽ വ്യവസായിക ഐക്യത്തിനും സമാധാനത്തിനും ഗുരുതരമായിട്ടുള്ള ഒരു ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ തൊഴിലാളികൾക്കും ഒരു യൂണിയൻ എന്നതിന് പകരം ഒരു കമ്പനിയിലാണെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള യൂണിയനുകൾ, ഇൻഡസ്ട്രിയിലാണെങ്കിലും രണ്ടോ അതിലധികമോ ഉള്ള യൂണിയൻസ് ഉണ്ടാകും. അവർ പരസ്പരം പോരിടുകയും അതുപോലെ തന്നെ പോരടിക്കുകയും വ്യത്യസ്ത ആവശ്യങ്ങള് ഉന്നയിക്കുകയും ചെയ്യുന്നു. സോ കമ്പനിയിൽ സമാധാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആരോട് സംസാരിക്കണം? ഏത് യൂണിയൻ ഒരു കമ്പനിയിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ യൂണിയൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയിലെ മാനേജ്മെന്റിന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റില്ല. ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നൊന്നും അറിയാൻ പറ്റില്ല അല്ലെ. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കമ്പനിയില് യൂണിയൻ എ ഉണ്ട്, യൂണിയൻ ബി ഉണ്ട്, യൂണിയൻ സി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ എ എന്ന യൂണിയൻ പറയുകയാണ് ഞങ്ങൾക്ക് 20% സാലറിയിൽ വർധനവ് വേണം. ഇനി ബി എന്ന യൂണിയൻ പറയുകയാണ് ഞങ്ങൾക്ക് 30% വർധനവ് വേണം. സി എന്ന യൂണിയൻ പറയുകയാണ് ഞങ്ങൾക്ക് ബോണസില് വർധനവ് വേണം. ഓക്കെ, അപ്പൊ ഓരോ യൂണിയൻസിന്റെയും ആവശ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളാണ് അല്ലെ. ഇനി കമ്പനിയില് എന്താണ് അത് 3 പേരോട് നമുക്ക് എന്താണ് ഓരോരുത്തരെയും വ്യത്യസ്ത തീരുമാനങ്ങളായതുകൊണ്ട് കമ്പനിയുടെ മാനേജ്മെന്റിന് ആരുടെ പക്ഷം നിൽക്കണമെന്നോ ആരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഒരാളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും എന്താണ് മാനേജ്മെന്റ് അവരുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട്. അല്ലെങ്കിൽ നമ്മളായാലും ടീച്ചേഴ്സ് ആയാലും ഒരു കുട്ടിയുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടി പറയും ടീച്ചർക്ക് അവളെയാണ് ഇഷ്ടം അല്ലെങ്കിൽ അവനെയാണ് ഇഷ്ടം, അതിന്റെ ഭാഗം മാത്രം കേൾക്കുള്ളൂ അല്ലെ, ഞാൻ ഒറ്റയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചില കുട്ടികൾ അങ്ങനെ പറയാറുണ്ടല്ലേ, ചെറുപ്പത്തില് ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ പറയാറുണ്ട് ഇല്ലേ. നമുക്ക് അടി കിട്ടിക്കഴിഞ്ഞാലോ ടീച്ചർ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പറയാറുണ്ട് ടീച്ചർക്ക് അവനെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലായാലും കുട്ടികൾ പറയാറുണ്ട് അമ്മയ്ക്ക് അവനെയാണ് ഇഷ്ടം, എന്റെ ഇഷ്ടമല്ല എന്നുള്ളത് ഇല്ലേ. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിലും 2 or 3
യൂണിയനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ ഇപ്പോ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് അത് ഇപ്പോ അത് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളത് കമ്പനിക്ക് നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോ കമ്പനിക്ക് ഈ 3 പേരുടെയും സംതൃപ്തിപ്പെടുത്താനായിട്ട് ആവില്ല എന്നാണ് പറയുന്നത്. ഒരാളുടെ പക്ഷം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയും അയാളുടെ പക്ഷം പിടിച്ചു അല്ലെ, അയാളുടെ തീരുമാനങ്ങൾ എടുത്തു അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുത്തു എന്ന് പറയും അല്ലെ. പിന്നെയും കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് മൾട്ടിപ്പിൾ യൂണിയൻസിന്റെ പ്രത്യേകത. ഒരു കമ്പനിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ യൂണിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു പ്രോബ്ലം ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ യൂണിയൻ എന്ന് പറയുന്നത്. അയച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ. യൂണിയൻ റിവാൽറി. The rivalry between different unions can be of the following types. First one, inter-union rivalry. Second one, intra-union rivalry. Inter-union rivalry means when a rivalry exists between two groups of the same union, then such a rivalry is called inter-union rivalry. The dynamics associated with it come out due to the multiple unions operating from the planned or industry. Such unions are often led by political leaders and thus have different political affiliations. The competitive nature and the concept of the survival of the fittest lead to inter-union conflicts and linkage. This situation is considered favorable by the management as it works on the divide and rule policy. The inter-union rivalry have become a dominant factor in the trade union of India. This has been a very great cause for the lagging of these unions in the economic
സിനാരിയോ. എന്താണ് ഇന്റർ യൂണിയൻ റിവാൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓരോ യൂണിയനിലെ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ വൈരാഗ്യം നിലനിർത്തുമ്പോൾ അത്തരം ഒരു വൈരാഗ്യത്തെയാണ് ഇന്റർ യൂണിയൻ റിവാൽറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു യൂണിയനിലെ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ വൈരാഗ്യം നിലനിൽക്കുന്നുണ്ട്, അത്തരത്തിലൊരു വൈരാഗ്യത്തെയാണ് നമ്മൾ ഇന്റർ യൂണിയൻ റിവാൽറി എന്ന് പറയുന്നത്. അതായത് ഓരോ കമ്പനിയിലോ വ്യവസായത്തിലോ രണ്ട് അതിലധികമോ യൂണിയനുകൾ പരസ്പരം പോരടിക്കുമ്പോൾ അതിനെയാണ് ഇപ്പൊ പറഞ്ഞിരുന്നു. ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഒന്നിലധികം യൂണിയൻസുകൾ, ഇപ്പൊ രണ്ട് യൂണിയൻസ് എ പി എന്നുള്ള യൂണിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് എന്താണ് ഓരോരുത്തരെ കാണാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ എ എന്ന യൂണിയനിലെ ആളുകൾക്ക് ബി എന്ന യൂണിയനിലെ ആളുകളെ കാണാനായിട്ട് ഇത്തിരി എന്താണ് ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അല്ലെ. ചിലപ്പോ അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ. അത്തരത്തിലുള്ള അപ്പൊ എന്താണ് വൈരാഗ്യം ആവാം, പോരാടാം, അവരുമായിട്ട് ചേർന്ന് പോരടിക്കാം അല്ലെ. പല തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോ ഒരേ കമ്പനിയിലെ അല്ലെങ്കിൽ വ്യവസായത്തിലെയോ രണ്ടോ അതിലധികമോ യൂണിയനുകൾ പരസ്പരം പോരടിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഇന്റർ യൂണിയൻ റിവാൽറി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് എന്ന് പറയാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂണിയൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്താണ് അല്ലെ. പിന്നെ ഈ ഒരു യൂണിയൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോരടിക്കാനായിട്ട് എതിരാളികളോ ആരും നിന്നുണ്ടാവില്ല. ഒരു കമ്പനിയിൽ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ എന്താണ് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളായാലും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും അവർ പോകും. ഇനി അഥവാ രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പരസ്പരം പോരടിക്കുകയും അവരുടെ തീരുമാനങ്ങളൊക്കെ എതിർത്ത് മറ്റൊരു പറയും അല്ലെ. അപ്പൊ എന്താണ് തർക്കങ്ങൾ ഉണ്ടാവും. അപ്പോ ഭയങ്കര ഒരു ബഹളമായിട്ട് പോവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ ഇന്റർ യൂണിയൻ റിവാൽറി എന്ന് പറയുന്നത്. ഓക്കെ, റിവാൽറി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ ഇതായിരിക്കാം. റിവാൽറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം മത്സരം അല്ലെങ്കിൽ പോരടിക്കുക അല്ലെങ്കിൽ വിരോധം എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, ഇന്റർ യൂണിയൻ റിവാൽറി. Intra-union rivalry has emerged as the entrance of to productivity as well as industrial relations on a larger scale, as stated by the National Commission on Labour. So the healthy competition is an essential part of trade union democracy. It still can impact the system severely is influenced by individual interest. As per the recommendations of NCL, the intra-union rivalries should be dealt by the central workers only. The regulatory bodies designated to settle the disputes and the labor courts should come forward to help on it. Groups request all and all ordered by the concerned government per central organization funds to settle the dispute. The main cause of industrial disputes are inter unions rivalries. They also weaken the trade union movement over the country and affect the collective bargaining power of trade union. എന്താണ് നെക്സ്റ്റ് റിവാൽറി, അതായത് എന്താണ് ഇന്റർ യൂണിയൻ റിവാൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് മാത്രം നമുക്ക് പറയാം. എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ട്രേഡ് യൂണിയനിലെ നേതാക്കളോ അല്ലെങ്കിൽ അംഗങ്ങൾക്കിടയിലെ അടിയന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ, ഇപ്പൊ
ഒരു യൂണിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ പരസ്പരം പല ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ, പല ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ, പല സ്വഭാവമുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും അതിൽ മെമ്പേഴ്സ് ആയിരിക്കുന്നത് അല്ലെ. അവർക്കിടയിലുള്ള തർക്കങ്ങള് അല്ലെങ്കിൽ സംഘർഷങ്ങള്, അധികാര പോരാട്ടങ്ങൾ മെമ്പേഴ്സുകൾക്കിടയിലാവാം, ലീഡേഴ്സിന്റെ ഇടയിലാവാം, എന്താണ് പരസ്പരം മന്ത്രിസഭയിൽ തന്നെ നമ്മൾ കാണാറുണ്ടല്ലേ പരസ്പരം പോരടിക്കുന്നതൊക്കെ അല്ലെ, പല മന്ത്രിമാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് തർക്കം അല്ലെ, അങ്ങനെയൊക്കെ നമ്മള് ഓരോ റീലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ഈ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് പല ലീഡേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല ആളുകളായിക്കോട്ടെ, പല മെമ്പേഴ്സുകളായിക്കോട്ടെ, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിയനിൽ ഉള്ളിൽ തന്നെ നമ്മൾ എന്താണ് പരസ്പരം പോരടിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ എന്താണ് യൂണിയൻ തന്നെ എന്താണ് പരസ്പരം എന്താണ് ഇങ്ങനെ പോരടിക്കുമ്പോൾ അത് തന്നെ എന്താണ് അത് തന്നെ ദുർബലമായി പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. ആ യൂണിയൻ എന്ന് പറയുന്നത് വളരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ പോരടിക്കുമ്പോൾ അത് തന്നെ എന്താണ് ആ യൂണിയൻ എന്ന് പറയുന്നത് ദുർബലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അങ്ങനെ സ്വയം ട്രേഡ് യൂണിയനുകൾ എന്ത് ചെയ്യുന്നത് തകരുന്നു, തൊഴിലാളികളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും ട്രേഡ് യൂണിയന്റെ ഫീസ് അടയ്ക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ എന്താണ് ആ ട്രേഡ് യൂണിയൻ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ അല്ലെ. അപ്പൊ ഇവിടെ ഇൻജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻജർ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇൻജ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇൻജ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് യൂണിയനുകളിലെ അംഗങ്ങൾക്കിടയിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇനി അതുപോലെ തന്നെ ഇൻജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻജർ യൂണിയൻ റിവാൽറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനില് ഡിഫറെന്റ് യൂണിയൻസുകളുണ്ട്, എ ബി സി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ എന്താണ് ഡിസ്പ്യൂട്ട്സ് നടത്താൻ തർക്കങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് ഇന്റർ യൂണിയൻ റിവാൽറി. ഇനി ഇന്റർ എന്ന് പറയുമ്പോൾ ഒരു യൂണിയനില് ആ യൂണിയനിലെ അംഗങ്ങൾക്കിടയിൽ പരസ്പരം അവർ പോരടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്റർ യൂണിയൻ റിവാൽറി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി വെക്കാം കേട്ടോ. Next on a small size of union membership. The strength and the financial health of a trade union comes from its size, that is numbers of workers. It also determines the nature and the scope of activities likely to be performed by it, and the success in the active in the safeguarding the interest of members. Due to the interdependency of size and operations, figure the size of trade union better functioning. It does. However, India has witnessed a decrease in the size of the trade union in recent years due to which the issues of small size have been faced by the trade union. അതായത് സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം ഈ ഇന്ത്യൻ ട്രേഡ് യൂണിയനുകൾക്ക് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾക്ക് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് അപ്പൊ അവിടെ എന്താണ് പണം കുറവാണ്, അതുപോലെ തന്നെ വിലപേശല് ബാർഗെയിനിങ് ഒക്കെ അതിന്റെ ശക്തിയൊക്കെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. വളരെ കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇപ്പൊ അവയർനെസ് ക്ലാസ് കൊടുക്കാനായിട്ട് അവരുടെ ഫീസ് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് എന്താണ് വളരെ കുറച്ച് ആളുകൾ ഉണ്ടാകുമ്പോൾ അത്രയും ഫീസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ പണം കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആ വിലപേശല് ബാർഗെയിനിങ് ഒക്കെ വളരെ കുറവായിരിക്കും വളരെ അംഗങ്ങൾ ഉള്ളതുകൊണ്ട്. അതിനാൽ അവർക്ക് തൊഴിലാളികളെ ശരിയായി സംരക്ഷിക്കാനായിട്ട് കഴിയില്ല. അംഗത്വം കുറയുന്നതനുസരിച്ചിട്ട് പല പ്രശ്നങ്ങളും കൂടുതൽ വഷളാകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യമൊക്കെ കുറേ ആളുകൾ ഉണ്ടാവും, പിന്നീട് ആളുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പതുക്കെ പതുക്കെ ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് അത് ലോസിലേക്ക് അല്ലെങ്കിൽ എന്താണ് അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനിൽ മെമ്പേഴ്സൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഒക്കെ ഇല്ലാത്തൊരവസ്ഥ, അപ്പൊ അതിൽ പണം ഉണ്ടാവില്ല, അതുപോലെ തിരി മെമ്പേഴ്സ് ഉണ്ടാവില്ല. അത് പിന്നെ എന്താണ് അത് ഒരു
എന്താ പറയാ അതൊരു ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതാണ് സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, പുവർ ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താണ് പുവർ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? For the effective functioning of the trade unions, it is desirable that they must have a good financial standard in order to fulfill the values, the commitments, achieve their goals, and they conduct a variety of funds. A lot of funds are required. For this, the financial position of the union must be strong. However, it is not that the financial position of most of the trade unions has generally been bad over the last 50 years. It's generally believed that the trade union can work more effectively only if they support their organization and put more attention on improving their financial health. Membership subscription is the most the main source of income for the trade union. Other source of funds are donations, sales of marketing or handouts, etc. Compensating office barriers and office staff expense incurred in annual convention and meetings, rents, printings, postage, stationery, etc. are few of the expenditures of these trade unions. എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ട്രേഡ് യൂണിയനുകളുടെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനത്തിന് അവർക്ക് നല്ലൊരു സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ് അല്ലെ. ഒരു സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കുന്നതാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും. വിവിധ പ്രതിബദ്ധതകള് നിറവേറ്റുന്നതിനും ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിനും വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തുന്നതിനും ധാരാളം ഫണ്ടുകൾ ആവശ്യമാണ് അല്ലേ. അവർക്ക് അവരുടേതായിട്ടുള്ള യൂണിയൻസിന് ഇപ്പോ യൂണിയൻസിന്റെ പ്രോഗ്രാംസ് ഉണ്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ പല പ്രോഗ്രാംസ് അവയർനെസ് ക്ലാസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പല പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പണം ക്യാഷ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തില് എന്താണ് വളരെ ക്യാഷ് എന്ന് പറഞ്ഞാൽ വളരെ അഭികാമ്യമായിട്ട് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇതിനായിട്ട് യൂണിയനുകള് സാമ്പത്തിക ശക്തിയുള്ളവരായിരിക്കണം. സാമ്പത്തികമായിട്ട് അവര് നല്ല രീതിയിൽ ഉള്ള ഒരു ലെവലിലാണെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ അവിടുത്തെ പരിപാടികൾ അല്ലെങ്കിൽ യൂണിയൻസിന്റെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. യൂണിയനുകൾക്ക് പ്രവർത്തിക്കാനായിട്ട് പണം ആവശ്യമാണ്. പണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അധികാരമില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് എന്തിനാണ് ഫണ്ട് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാണ് ഇതൊക്കെ ഉൾപ്പെടുന്നതെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കോടതിയിൽ കേസ് നടത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ലെവൽസ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് നടത്താനായിട്ട് ഫണ്ട് വേണം. പണമുടക്ക് ഈ പണിമുടക്കുകള് സംഘടിപ്പിക്കാറുണ്ടല്ലേ. അതിന് ഇനി ക്ഷേമ പദ്ധതികൾ നടത്താനായിട്ട്, ഓഫീസ് വാടകകൾ നൽകാനായിട്ട്, അതുപോലെ നോട്ടീസ് അച്ചടിക്കാനായിട്ട് പണമില്ലെങ്കിൽ യൂണിയനുകൾക്കൊന്നും എന്താണ് നെയിം ബോർഡ് മാത്രമാണ്. ഇതിനും എന്ത് വേണം? പണം ആവശ്യമാണ്. ഫിനാൻഷ്യലായിട്ട് നല്ല രീതിയിൽ സ്റ്റേബിളാണ് യൂണിയൻസുകൾ എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതും ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇൻ ആക്റ്റീവ് ഫങ്ഷൻ? Trade unions have poor financial condition. They cannot function properly. നമുക്കറിയാം, പറഞ്ഞിരുന്നു ഫിനാൻസ് അവരുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. The workers become demotivated and the performance of the union goes down. അല്ലെ, വർക്കേഴ്സ് ഉണ്ടാവും ഡിമോട്ടിവേഷൻ അല്ലെങ്കിൽ ഡിമോട്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ യൂണിയന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലോ ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതും ഒരു പ്രശ്നമാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വിക്ടിമൈസേഷൻ. അതായത് this purpose simply means that the certain person is a victim or has been
blamed for or praised an unfair behavior. This includes the insisting an employee regularly needs to separate himself from the union after its activity discrimination only because he is a member of a trade union, severely pushing employees, etc. അതായത് വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇരയാക്കുക. അതായത് എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരയാക്കുക. പ്രത്യേക വ്യക്തിയെ ഇരയാക്കുകയോ അന്യായമായിട്ട് പെരുമാറ്റത്തിന് കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു കുറ്റക്കാരനാക്കുകയോ അതൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നതിനെയാണ് വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരയാക്കാം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താം, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഏതൊരു ഓർഗനൈസേഷനും നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഇത് യൂണിയനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. വ്യക്തിയെ നമുക്ക് ഇപ്പോ ഇരയായി എന്ത് കണ്ടു കേൾക്കുന്നെങ്കിൽ അവരെ ഇരയാകാം. ഇപ്പോൾ നമുക്ക് എന്താണ് ആ വ്യക്തി തന്നെയായിട്ട് ഇരയായി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ കുറ്റങ്ങൾ കണ്ടെത്താം, കുറ്റപ്പെടുത്താം, ഇതൊക്കെയാണ് വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഇരയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണമില്ലാതെ ഒരാളെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുകയും അതുപോലെ തന്നെ മോശമായിട്ട് അവരുടെ പെരുമാറാം. അതുപോലെ തന്നെ ഇത് ഒരു ജീവനക്കാരനെ യൂണിയനിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വേർതിരിയാനായിട്ട് ജീവനക്കാരനെ പരസ്യമായിട്ട് തീർക്കുകയാണ്. അല്ലെ? അപ്പൊ അവനെ എപ്പോഴും ഇപ്പൊ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ എപ്പോഴും അവനായിരിക്കും പ്രശ്നം വരുന്നത്. നീ കാരണമാണ്, അല്ലെങ്കിൽ നീയാണ്. നമ്മള് പല സീരിയലുകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, അമ്മായിന്ന് വരുമ്പോൾ തമ്മിലൊക്കെ എത്ര പ്രശ്നങ്ങളും എന്തിനും ഏതിനും മരുമോളെയാണ് പ്രശ്നങ്ങൾ പെടുത്തുന്നത്, അല്ലെ? അല്ലെങ്കിൽ പ്രശ്നം കണ്ടെത്തുന്നത് എങ്ങനെയാണ്, അവള് ചെയ്തിട്ടാണ്, അവളാണ്, അല്ലെ? നമ്മള് അല്ലെ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനുകൾ യൂണിയനിലായാലും ഒരാളെ നമ്മൾ ഇരയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പല പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അവനാണ് ആ പ്രശ്നം അല്ലെങ്കിൽ അവനാണ് ആ ഇര എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇരയായി കഴിയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ നിൽക്കാനായിട്ടോ അവിടെ പ്രവർത്തിക്കാനായിട്ടോ നമുക്ക് ഉത്സാഹം തോന്നുന്നില്ല, അല്ലെ? അവിടേക്ക് വരാനായിട്ടോ തോന്നില്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. എന്താണ് അവിടെ നിന്ന് പോവാനായിട്ട് നമ്മള് തന്നെ സ്വയം പോവാനായിട്ട് അതാണ് അവിടെ പറയുന്നത്. അതും ഒരു പ്രോബ്ലമാണ്. ഒരു കാര്യം എന്താണ് ഇരയാവാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കമ്പനിയിൽ പോയി എക്സാം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനിയില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നല്ല രീതിയിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ നിലനിന്ന് പോവാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ആരുടെയും രീതിയിൽ ഇരയാവാനായിട്ടുള്ള പോവാതെ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, ഇരയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എന്തിനു രീതിയിലും നമ്മൾ തന്നെയായിരിക്കും കുറിച്ചിട്ടുള്ളത്. എന്താണ് പിന്നീട് നമുക്ക് എങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്ന് ആ കമ്പനിയിൽ തന്നെ നമുക്ക് നിലനിൽക്കാനായിട്ടോ അല്ലെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് ഇഷ്ടം തോന്നില്ല. എപ്പോഴും നമുക്ക് കുറ്റങ്ങളായിരിക്കും, അവിടെ പോരാനായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതാണ് വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത്. അതും ട്രേഡ് യൂണിയന്റെ ഒരു പ്രശ്നമാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലംസിന്റെ വരുന്നത്. ഓക്കെ, വെച്ചോളാം. ഇനി ബന്ധനമിസിന് പകരം അപർണമിസ് ആയിരിക്കും നിങ്ങൾക്ക് എടുത്തത്. ഗ്രീവൻസസ് അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലെ സെക്ഷൻസ് 11 വരെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇത് നിർത്തിയിട്ടുണ്ടായിരുന്നോ? സെക്ഷൻ 11 വരെ അതൊന്നും വായിക്കുന്നില്ലേ? ബന്ധനമിസ് ലാസ്റ്റ് സംസാരിച്ച് എടുത്തോണ്ടിരുന്നത്. ഓക്കെ, അതിനകത്ത് സെക്ഷൻ 11 വരെയാണോ മിസ് പറഞ്ഞു നിർത്തിയത്? ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരാം. ബന്ധനമിസിന് ലീവ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക്. അപ്പോ ക്ലാസ് പറക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരമായിട്ട് ബന്ധനമിസിന് പകരമായിട്ട് ഇനി അപർണമിസ് ആയിരിക്കും. ഓക്കെ, അപർണമിസ് ആയിരിക്കും എടുക്കുന്നത്. സെക്ഷൻ 11 വരെയാണെന്നാണ് മിസ് പറഞ്ഞത്. ബന്ധനമിസ് പറഞ്ഞത് അത്ര വരെ പറഞ്ഞു നിർത്തിയിട്ടെന്ന് പറഞ്ഞായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ എംപ്ലോയി ഹെൽത്ത് അല്ലേ? അടുത്തോട്ട് എടുക്കണം അല്ലെ?
ഓക്കെ, അപ്പോ വായിച്ചു നോക്കാം കേട്ടോ, നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ വായിച്ചു നോക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം കേട്ടോ. താങ്ക് യു. സെക്ഷൻ ലെവല് അല്ലേ? ഓക്കെ, അവരെങ്ങനെയാണ് എടുക്കുന്നതാണ് മിസ് പറഞ്ഞത്, അതുകൊണ്ടാണ് വിളിച്ചത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്.